ഏഷ്യാ കപ്പിൽ ഫൈനൽ പ്രവേശനം ഉറപ്പിച്ചിരിക്കുന്നു ഭാരതം. വിവരങ്ങളുമായി VS കൃഷ്ണരാജ് ചേരുന്നു. കൃഷ്ണരാജ്, നമ്പ്യാർ, ഇന്ത്യ ഫൈനൽ ഉറപ്പിക്കുകയാണ്. ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തുന്നു. ഒരു ഘട്ടത്തിൽ ബംഗ്ലാദേശ് തിരിച്ചടിക്കുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും ഇന്ത്യ മത്സരം വരുതിയിലാക്കുകയായിരുന്നു. 3 അവസരങ്ങളാണ് സെയ്ഫ് എന്ന ബാറ്റ്സ്മാന് ഇന്ത്യൻ ഫീൽഡർമാർ നൽകിയത്. 3 ജീവനുകൾ നൽകുന്നു. അതിൽ ഇന്ത്യ പരാജയം മണക്കുകയും ചെയ്തു. പക്ഷേ അവസരോചിതമായ ബൗളിങ്ങിലൂടെ ഇന്ത്യൻ ബൗളർമാർ കൃത്യതയോടെ പന്തെറിഞ്ഞപ്പോൾ ഇന്ത്യക്ക് വിജയം ഇന്ത്യയുടെ വരുതിയിലാവുകയായിരുന്നു. 127 റൺസ് എടുക്കാനേ ബംഗ്ലാദേശിന് കഴിഞ്ഞുള്ളൂ. 169 റൺസായിരുന്നു അവരുടെ വിജയലക്ഷ്യം. 41 റൺസിൻ്റെ ആധികാരിക വിജയവുമായാണ് ഇന്ത്യ ഫൈനൽ ഉറപ്പിക്കുന്നത്. പാകിസ്ഥാനെ 6 വിക്കറ്റിന് തോൽപ്പിച്ച ഇന്ത്യ ഇപ്പോൾ 41 റൺസിന് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തുന്നു. സൂപ്പർ 4-ൽ കളിച്ച 2 മത്സരങ്ങളും ജയിച്ച ടീം ഇന്ത്യ മാത്രമാണ്. ബംഗ്ലാദേശും പാകിസ്ഥാനും ഓരോ മത്സരങ്ങൾ ജയിച്ചു. ശ്രീലങ്കയാകട്ടെ 2 മത്സരങ്ങൾ പരാജയപ്പെട്ടു. ശ്രീലങ്ക പുറത്തേക്കുള്ള വഴിയിൽ തന്നെയാണ്. അതേസമയം ബംഗ്ലാദേശ് പാകിസ്ഥാൻ മത്സരത്തിൽ ജയിക്കുന്നവർ ആരാണോ അവർ ഫൈനലിലേക്ക് യോഗ്യത നേടാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് ആണ് ഇന്ത്യക്ക് താരതമ്യേന മികച്ച ഒരു സ്കോർ പടുത്തുയർത്താൻ സഹായിച്ചത്. ഒരുപക്ഷെ വലിയ സ്കോറിലേക്ക് പോകുമായിരുന്ന ഇന്ത്യയെ ബംഗ്ലാദേശ് ബൗളർമാർ മത്സരത്തിൻ്റെ ആദ്യ പകുതിയുടെ മധ്യഭാഗം കഴിയുമ്പോഴേക്കും തളയ്ക്കുകയായിരുന്നു. അതേസമയം 168 റൺസ് എന്നത് ഒരുപക്ഷെ ബംഗ്ലാദേശിന് മറികടക്കാനാകുന്ന ഒരു സ്കോറുമായിരുന്നു. എന്നാൽ ബുംറയുടെ പന്തുകൾ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കുന്നതിൽ അല്ലെങ്കിൽ ആക്രമിച്ച് കളിക്കുന്നതിൽ ബംഗ്ലാദേശ് പരാജയപ്പെട്ടു എന്ന കാര്യം നമ്മൾ എടുത്തു പറയണം. അവിടെ ഹസൻ ആദ്യമേ പുറത്താകുന്നു. സെയ്ഫ് ഹസൻ പക്ഷേ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 69 റൺസ് 51 പന്തിലെടുത്തു. അക്ഷർ പട്ടേലിനെ അടക്കം സിക്സറിന് പറത്തിക്കൊണ്ടായിരുന്നു മികച്ച ഫോമിലായിരുന്ന സെയ്ഫ്. പക്ഷേ 3 അവസരങ്ങളാണ് ഇന്ത്യൻ ഫീൽഡർമാർ നൽകിയത് എന്ന് ഓർക്കണം. അനായാസമായി കൈപ്പിടിയിൽ ഒടുക്കാമായിരുന്ന ക്യാച്ച്. ഈ ബംഗ്ലാദേശ് ഇന്നിങ്സിൽ 5 അവസരങ്ങളാണ് ഇന്ത്യൻ ഫീൽഡർമാർ നഷ്ടപ്പെടുത്തിയത് എന്നുകൂടി എടുത്തു പറയണം. അതായത് ഫീൽഡിങ്ങിൽ ചില പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനെതിരെയും അഭിഷേക് ശർമ്മ 2 ക്യാച്ചുകൾ കളഞ്ഞിരുന്നു. ഇപ്പോൾ 5 ക്യാച്ചുകളാണ് ഈ മത്സരത്തിൽ അനായാസം കൈപ്പിടിയിൽ ഒതുക്കാവുന്ന 5 അവസരങ്ങൾ. 5 അല്ല 6 അവസരങ്ങളുണ്ട്. അതിൽ 5 എണ്ണം അനായാസവും അക്ഷർ പട്ടേൽ റിട്ടേൺ ക്യാച്ചായി ഒരെണ്ണം എടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതൊരു എടുത്തിരുന്നുവെങ്കിൽ ഒരു മനോഹരമായ ക്യാച്ചുമായിരുന്നേനെ. സഞ്ജു അടക്കം ക്യാച്ച് മിസ്സാക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും മികച്ച ബൗളിങ്ങിൻ്റെ കരുത്തിൽ ഇന്ത്യ മത്സരം തിരിച്ചുപിടിക്കുകയായിരുന്നു. കുൽദീപ് സിംഗ് ആണ് ഒരുപക്ഷെ ഈ മത്സരത്തിൽ ഇന്ത്യക്ക് ആധികാരിക വിജയം നേടിക്കൊടുക്കാൻ സഹായിച്ചത്. 4 ഓവറിൽ 18 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ്. ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തുന്നു. അക്ഷർ പട്ടേലും തിലക് വർമ്മയ്ക്കും ഓരോ വിക്കറ്റും. തിലക് വർമ്മയാണ് അവസാന വിക്കറ്റ് വീഴ്ത്തുന്നത്. ഏതായാലും വിജയം ആധികാരികമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ചിന്തിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഫീൽഡിംഗ് ആണ്. എന്തു പറ്റി ഇന്ത്യൻ ടീമിന് എന്ന ചോദ്യം ഫീൽഡിങ്ങിൽ തീർച്ചയായും നമുക്ക് ചോദിക്കാനാകും. പക്ഷേ ഇന്ത്യ ഫൈനൽ ഉറപ്പിക്കുന്നു. അതാകട്ടെ ഏഷ്യയിലെ ഏറ്റവും മികച്ച മറ്റു 2 ടീമുകൾ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ഇനി ശ്രീലങ്കയ്ക്കെതിരെ 26-ന് ഇന്ത്യക്ക് ഒരു മത്സരം കൂടിയുണ്ട്. ആ മത്സരഫലം ഇന്ത്യയുടെ മുന്നേറ്റത്തെ ഒരു തരത്തിലും സ്വാധീനിക്കില്ല. അനിൽ നമ്പ്യാർ. സൂപ്പർ 4-ൽ ബംഗ്ലാദേശിനെ തകർത്ത് ഏഷ്യാ കപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഭാരതം. കുൽദീപ് യാദവിന് 3 വിക്കറ്റുകൾ ലഭിച്ചു. ഏഷ്യാ കപ്പിൽ ബംഗ്ലാദേശിനെതിരെ 41 റൺസിന് ആണ് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത്. കൃഷ്ണരാജാണ് വിവരങ്ങൾ നൽകിയത്.